ഇതിന്റെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾക്കെതിരെ വിവരം ഉണ്ടാവേണ്ട കാര്യം? ഞങ്ങൾക്ക് ഒരു വിവരമുണ്ട്. ഇപ്പോൾ ആരെല്ലാം എന്തെല്ലാം കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്, ആ കമ്പനിയെ പറ്റിയെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ചിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? അത് സ്വാഭാവികമായിട്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി. ഞങ്ങൾക്കതിലേക്ക് വേറെ പറ്റുന്നില്ല. അതിലൊന്നും പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ടോ ഒന്നും ഉണ്ടായതല്ല. ഇതിലുള്ള പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന ഒരു കടന്നാക്രമം എന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത്രേ കാണുള്ളൂ. അതിനാണ് അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ കോടിക്കണക്കിന് രൂപ വാങ്ങിയെന്ന് പറഞ്ഞ ആളുകളെ പറ്റിയൊന്നും നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. എങ്ങോട്ട് എന്തേ പരാതിയില്ലാതെ? അതെന്താ പരാതിയില്ലാതെന്ന് ഇങ്ങോട്ട് കാര്യമില്ല. മതസ്ഥാപനം ഉൾപ്പെടെ എല്ലാവരും കൊടുത്തിട്ടുണ്ടല്ലോ പണം, വാരിക്കോരി കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാക്കന്മാരെ പറ്റി പറഞ്ഞു, UDF നേതാക്കന്മാരെ പറ്റി പറഞ്ഞു. നിങ്ങൾ എന്താ പറയാത്? എന്താ പറയാത്? അത് ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അത് അവിടെ നിങ്ങൾ ശക്തിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ. ഇല്ല, അതെനിക്ക് ഞാൻ പറ്റില്ല. അതുകൊണ്ട് പിണറായി ഇല്ല പറഞ്ഞല്ലോ. പിണറായി വിജയൻ അങ്ങനെ ഒരു പണം വാങ്ങിയിട്ടില്ല എന്ന് പച്ചയായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വന്ന അന്നത്തെ ദിവസം തന്നെ വ്യക്തമാക്കി. എന്നാൽ ഞങ്ങളിത് വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള UDF നേതാക്കന്മാരോട് നിങ്ങൾക്ക് ചോദ്യമില്ലല്ലോ. ആരോട് ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദ്യമില്ല. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, മറ്റു പല മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ആര് ആര് അതല്ലേ ഇന്നത്തെ മനോരമ കൊടുത്ത പേര് ഞാൻ പറഞ്ഞു. ആ വാർത്തയിൽ പിണറായി വിജയന്റെ ഫോട്ടോ മാത്രമാണ് വസ്തുത, ബാക്കി എല്ലാം വസ്തുത വിരുദ്ധമാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാനത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്. റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ലേ അത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ബാങ്കിന്റെ അതിലെ കേസിലെ ഒന്നാം പ്രതിയാണ് മാപ്പുസാക്ഷിയാകുന്നത്. ആ മാപ്പുസാക്ഷിയുടെ റിപ്പോർട്ടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യാണ്. ഇതെല്ലാം ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളൊക്കെ രാഷ്ട്രീയമായ നിലപാട് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കോടിയേരി അങ്ങനെ പറഞ്ഞു. ഒരു കാര്യമില്ല. വീണയ്ക്ക് ഈ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ഒരു പരിരക്ഷ ആവശ്യമില്ല. അത് നമുക്ക് മനസ്സിലായില്ല. ഒരു പരിരക്ഷന്റെ ആവശ്യമില്ല. ഞങ്ങൾ പരീക്ഷിക്കാനും പോകുന്നില്ല. ഞങ്ങളിവിടെ പറഞ്ഞത് ഇതിന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയമായ കടന്നാക്രമണം നടത്തുകയാണ്. അതാ പ്രശ്നം. അതിനല്ലേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. ബാക്കി എന്താ കാര്യം? വേറെ പറയേണ്ട കാര്യമൊന്നുമില്ല. ശരിയായില്ലേ? ആശ്വാസം ഉണ്ടല്ലേ? ആയിക്കോട്ടെ. അല്ല, ആശ്വാസം ഉണ്ടെങ്കിൽ അത് മാറ്റമൊന്നുമില്ല. ആശ്വാസകരമായ ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിൻവലിക്കില്ല. GST അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം. ഏത് അത് നയപരമായ തീരുമാനം തന്നെ എടുക്കും. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതാ കാര്യം. അല്ല, മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കട്ടെ. നിങ്ങൾ അതിൽ വേദനാവണ്ട. പക്ഷെ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളുകയും ഒപ്പം മുഖ്യമന്ത്രിക്ക് നേരെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് അസന്നിഗ്ധമായി പറയുകയാണ് CPM.